ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? ഉത്തരം 1600. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരായിരുന്നു? ഉത്തരം ജനറൽ ഡയർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1885 ഡിസംബർ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം അരുണ ആസിഫ് അലി. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ദിരാഗാന്ധിയെ ഏത് ജയിലിലാണ് അടച്ചത്? ഉത്തരം നൈനി ജയിലിൽ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം ജനഗണമന. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1922 ഫെബ്രുവരി 5. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം MG റാനഡെ. ചൗരി ചൗര സംഭവം നടന്ന വർഷം? ഉത്തരം 1922 ഫെബ്രുവരി 5. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ഉത്തരം ആനി ബെസൻ. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം? ഉത്തരം 1923. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആയ ശ്യാം ശരൺ വോട്ട് ചെയ്തത് ഏത് തിരഞ്ഞെടുപ്പിൽ? ഉത്തരം 1951 ഒക്ടോബർ 23 നടന്ന ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ. കാലാപാനി എന്നറിയപ്പെടുന്ന ജയിൽ എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? ഉത്തരം കെ മാധവൻ നായർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. വിനോബ ഭാവെയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം വിനായക് നർഹരി.
ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. 1909 ജൂലൈയിൽ ഒരു കേസിന്റെ വാദവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കപ്പലിറങ്ങിയ ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന തുറമുഖം പിന്നീട് മറ്റൊരു പ്രസിദ്ധമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ആരുടെ ഏത് യാത്ര? ഉത്തരം ടൈറ്റാനിക് കപ്പലിന്റെ യാത്ര. മംഗൽ പാണ്ഡെയുടെ ജീവിത കഥ പറയുന്ന ചലച്ചിത്രം ഏതായിരുന്നു? ഉത്തരം മംഗൽ പാണ്ഡെ ദി റൈസിംഗ്. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? ഉത്തരം 1917. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്ത. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. മലബാർ കലാപം നടന്ന വർഷം? ഉത്തരം 1921. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഡൽഹൌസി. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം. 1947 ജനുവരി 15 AICCയുടെ മുൻപാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വരാജ്യം എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1919 ഏപ്രിൽ 13. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്ന പേര്? ഉത്തരം കോമൺവെൽത്ത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം നിരഞ്ജന. വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. ആനി ബെസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം മദ്രാസിലെ അടയാർ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നായിരുന്നു? ഉത്തരം 1931 മാർച്ച് 23. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം പ്രീതിലത വഡോദർ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം? ഉത്തരം സുപ്രീം കോടതി.
മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ്? ഉത്തരം അൽ ഹിലാൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റ് 5 രാജ്യങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഉത്തരം ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബഹ്റൈൻ, ലിച്ചൻസ്റ്റൈൻ എന്നിവയാണ്. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ ദേശായി.